ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയൊരു സ്കിൻ കെയർ ടിപ്പായിട്ടാണ്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ തോന്നിയ ഒരു ചെറിയൊരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. എൻ്റെ അത്യാവശ്യം നല്ല ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നാണ്. ആക്നെ എനിക്ക് ചിൻ ഏരിയ, ഫേസ്, ചീക്കിലെല്ലാം വരാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ലിപ് ഗ്ലോസും ഒരു കാജൽ മാത്രമേ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ നല്ല ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട്, അത് അത്യാവശ്യം സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഒരു പ്രോഡക്ട്സും എല്ലാം ഒന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ഈ ആക്നയ്ക്ക് ഞാൻ ഒരുപാട് ഓയിൻമെൻറ്റ്സ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത് യൂസ് ചെയ്യുന്ന, അതായത് ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ആക്നെ ഒന്ന് കുറയുന്നല്ലാതെ നമുക്ക് ആ ഒരു പിന്നെ അത് ഫ്യൂച്ചറിൽ അത് നിർത്തുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് ആക്നെ വരും. പക്ഷെ എനിക്ക് റീസെൻ്റായിട്ട് ഞാനൊരു സെറം യൂസ് ചെയ്തു. അപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നൊരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സെറം മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മുടെ ആക്നെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആവും. അതായത് സ്കിൻ നല്ല ക്ലിയർ ആയിട്ട്. എനിക്കിപ്പം വല്ലപ്പോഴും ആക്നെ വരുന്നതല്ലാതെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ചിന്നേരിയയിലൊക്കെ എൻ്റെ ഫുൾ നല്ല ആക്നെ ഉണ്ടായിരുന്നു. അതായത് ബമ്പി ടൈപ്പ് ആക്നെയാണ് മിക്കവാറും ചിന്നേരിയയിലൊക്കെ വരുന്നത്. ഹോർമോണൽ ആക്നെയാണ്. അപ്പം പക്ഷേ അതും ഈ ഒരു സാലിസിലിക് ആസിഡ് സെറമാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പിന്നെ വേറെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം സാലിസിലിക് ആസിഡ് സെറമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മോർണിംഗ് ടൈമിൽ, അതായത് ഡേ ടൈമിൽ നമ്മൾ സൺലൈറ്റിൻ്റെ പുറത്തൊക്കെ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആണെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നൈറ്റിലും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. നൈറ്റിൽ സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആക്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മോർണിംഗ് ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് തന്നെ ഒരു 1 വീക്കിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പുതുതായിട്ട് വരുന്ന ആക്നെയൊക്കെ നല്ലതായിട്ട് കുറഞ്ഞ് നമ്മുടെ സ്കിൻ ടെക്സ്ചർ തന്നെ മാറും. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ബ്രാൻഡിൻ്റെ സെറം ആയിരിക്കണം. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടേ ഈ സെറം, ഏതൊരു സെറം ആണെങ്കിലും യൂസ് ചെയ്യാവും. ഞാൻ ഈ പറയുന്ന കാര്യം നല്ല ആക്നെ പ്രോൺ, നല്ല സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ആക്നെ മാറാൻ വേണ്ടി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ സലൂൺ ട്രീറ്റ്മെൻറ്റോ ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ചിലപ്പം കുറയായിരിക്കും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പം. പക്ഷെ പിന്നെയും അതിൻ്റെ ഡബിൾ ഇതിൽ പിന്നെയും വരും കുറച്ച് കഴിഞ്ഞിട്ട്. അതുമാത്രമല്ല, ഇത് നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഇതിന് ആക്നെയ്ക്ക് വേണ്ടി എടുക്കുകയെന്നത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ അത് ഫ്യൂച്ചറിൽ നമ്മുടെ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ വരാം. അങ്ങനെ കുറേ പ്രോബ്ലംസും ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ നാളത്തെ എക്സ്പീരിയൻസിൽ നമുക്കിപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സോ ഈ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സലൂണിലും എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. അതിൻ്റെ പുറകെയൊന്നും പോകാതെ നമ്മൾ ഈ ജസ്റ്റ് ഒരു സിമ്പിൾ ഈ ഒരു സ്കിൻ കെയർ ടിപ്പ് യൂസ് ചെയ്ത് കുറയുവാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആക്നെ റെഡ്യൂസ് ആവുകയും ചെയ്യും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് നല്ലൊരു ബ്രാൻഡിൻ്റെ സാലിസിലിക് ആസിഡ് സെറം തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ആ എഫക്റ്റും അല്ലെങ്കിൽ നമുക്ക് സ്കിൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പുതിയൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ നമ്മൾ ഫേസിൽ അപ്ലൈ ആവും. വിത്തിൻ 1 വീക്ക് തന്നെ എനിക്കൊരു നല്ല ചേഞ്ചാണ് എൻ്റെ ഫേസിൽ, അല്ലെങ്കിൽ അതായത് സ്കിൻ ടെക്സ്ചറിന് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാലിസിലിക് ആസിഡ് മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് നല്ലൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ ഇട്ടാലും ചിലർക്ക് ആക്നെ വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും ചില ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി സെലക്ട് ചെയ്യണം. പിന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ കുറച്ച് ടൈം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാനത് നിങ്ങളോടെല്ലാം പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ.
ഓക്കെ ബൈ.